ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഒരു മിനി മാർബിൾ കേക്ക് റെസിപ്പിയാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ബെൽ ഐക്കണും പ്രസ് ചെയ്തേക്കണം. മാർബിൾ കേക്ക് തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു മിക്സർ ജാർ എടുക്കുക. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇതിലേക്ക് 6 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിച്ച പഞ്ചസാര തന്നെ വേണമെന്നും നിർബന്ധമില്ല. ഈ കേക്ക് ഉണ്ടാക്കുന്നതിനായി മെഷറിംഗ് കപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. 1 ടീസ്പൂൺ മാത്രം മതിയാവും ഉപയോഗിക്കുന്നത്. ഇതിൽ നമ്മൾ പറയുന്ന അളവ് മുഴുവനും ടീസ്പൂൺ ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് ആർക്കായാലും വീട്ടിലുണ്ടാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കേക്ക് ബേക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഈ റെസിപ്പി ഒട്ടും ഫ്ലോപ്പ് ആവില്ല കേട്ടോ. ഈ പറയുന്ന സെയിം ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകളെല്ലാം അതേപോലെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്കും പഞ്ഞി പോലത്തെ കേക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് തൽക്കാലം വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ പട്ട പൊടിച്ചത് ഒരു നുള്ളി ചേർത്ത് കൊടുത്താലും മതിയാവും. നല്ലൊരു മണമാണ് അതിന് കിട്ടുക. 4 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സാധാരണ റീഫൈൻഡ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. കോക്കനട്ട് ഓയിലൊന്നും എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മൂന്ന് ടീസ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. പാല് പ്രത്യേകിച്ച് റൂം ടെമ്പറേച്ചറിൽ തന്നെ ആയിരിക്കണം. ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുമ്പോൾ കേക്ക് ഇതുപോലെ പൊന്തിയൊന്നും വരത്തില്ല. അതുകൊണ്ട് മാക്സിമം അത് ശ്രദ്ധിക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള പാല് തന്നെ എടുക്കുക. മിക്സി ജാർ അടച്ചു വെച്ച് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോഴേക്കും ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലപോലെ മിക്സായി വരും. റെഡിയാക്കിയെടുത്ത മിക്സ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി മിക്സിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ഞാനിവിടെ 8 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം കുറച്ചുകൂടി കൂട്ടണം എന്നുണ്ടെങ്കിൽ 6 സ്പൂണിന് പകരം 8 സ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കറക്റ്റ് മധുരം കിട്ടും. എനിക്ക് മധുരം അധികം താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ മധുരം കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ. 8 സ്പൂൺ മൈദയ്ക്ക് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന മധുരം 6 സ്പൂൺ മാത്രമാണ്. മൈൽഡായിട്ടുള്ളൊരു മധുരം മാത്രമേ കാണുള്ളൂ. ഇതോടൊപ്പം 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഈവണായിട്ട് എല്ലാ സൈഡിലും ഒരുപോലെ മിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ മൈദ കട്ട കെട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഈ പറഞ്ഞ അളവുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങളത് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും കിട്ടുന്നത്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. തയ്യാറാക്കിയെടുത്ത ഈ ബാറ്റർ പകുതിയോളം വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ 2 പാത്രത്തിലായിട്ടാണ് ഈ ബാറ്റർ മാറ്റി വെച്ചിരിക്കുന്നത്. അതിലൊരു പാത്രത്തിൽ നമ്മളിപ്പോൾ 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം 1 ടീസ്പൂൺ പാല് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 തരത്തിലുള്ള ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്.
ഇനി ഇഡ്ഡലി തട്ടിലേക്ക് എണ്ണ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പാത്രത്തിലൊട്ടും തന്നെ കേക്ക് ഒട്ടി പിടിക്കാതെ നല്ലപോലെ ഇളവി വരുന്നതായിരിക്കും. ഇനി അതിലേക്ക് കുറച്ചായിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതെങ്ങനെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടതെന്നുള്ള രീതി ഞാൻ പറഞ്ഞുതരാം. ആദ്യം വൈറ്റ് കളർ ബാറ്ററാണ് ഒഴിക്കുന്നത്. 1 സ്പൂൺ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇങ്ങനെ ഓരോ സ്പൂൺ വീതം ഓരോ കുഴിയിലേക്കും വെച്ച് കൊടുക്കുക. ഇനി ആ വൈറ്റ് ബാറ്ററിന് മീതെ നമ്മൾ കൊക്കോ പൗഡർ ഇട്ട് റെഡിയാക്കി എടുത്ത ബാറ്ററിലെ അത് 1/2 സ്പൂൺ വീതം ഒഴിച്ചു കൊടുക്കാം. എല്ലാ കുഴികളിലേക്കും അതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതിന് മീതെ വീണ്ടും വൈറ്റ് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. വീണ്ടും കൊക്കോ പൗഡർ ഉപയോഗിച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. കേക്ക് ബാറ്ററിന് മീതെ നമുക്കിഷ്ടമുള്ള ഡിസൈൻ വരച്ചു കൊടുക്കാം. ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് പൂ ഡിസൈനോ അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾക്കിഷ്ടം അതുപോലെ അങ്ങ് വരച്ചു കൊടുക്കാം. ഞാനിവിടെ എനിക്കറിയാവുന്ന ഡിസൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. 2 തട്ടിലായിട്ടാണ് ഞാനിവിടെ കേക്ക് തയ്യാറാക്കുന്നത്. നോർമൽ ഇഡ്ഡലി സ്റ്റീമറിൽ തന്നെയാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. നമ്മൾ ഇഡ്ഡലിയൊക്കെ വേവിക്കില്ലേ, അതുപോലെ അടിയിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ മീതെയാണ് ഈ ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കുന്നത്. ഇഡ്ഡലി സ്റ്റീമർ അടച്ചു വെച്ച് 20 മുതൽ 25 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. കേക്ക് ബാറ്റർ ടൂത്ത് പീക്കിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മിനി മാർബിൾ കേക്ക് സൂപ്പറായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും അടിപൊളി കേക്ക് തന്നെയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക.
മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.